അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചറാണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു ലോജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്യണമല്ലേ, ഇങ്ങനെ ടോപ്പിലേക്ക് ഇങ്ങനെ ഓരോ ഐറ്റം ഇങ്ങനെ പുഷ് ചെയ്യണം. നമ്മൾ ഒരു സ്റ്റാക്കൊക്കെ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ ഇതിനെ പറയുന്നതാണ് ടോപ്പ് എലമെൻറ്റ്. ഇനി ടോപ്പ് എലമെൻറ്റിൽ 2 ഓപ്പറേഷൻസ് ആണുള്ളത്. ആകെ 2 ഓപ്പറേഷനാണ് ഇതിലുള്ളത്. എന്താണ്? പുഷ് ആൻഡ് പോപ്പ്. പുഷ് എന്ന് പറഞ്ഞാൽ ഡാറ്റ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് പുഷ് എന്ന് പറയുന്നത്. പോപ്പ് എന്ന് പറയുമ്പോൾ അതിന്ന് ടോപ്പിൽ നിന്നത്തെ എലമെൻറ്റിനെ നമ്മൾ പോപ്പ് ചെയ്യുന്നതിനെയാണ് എടുക്കുന്നതിനെയാണ് പോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ 2 റെപ്രസെൻറ്റേഷനാണ് നമുക്ക് സ്റ്റാക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അറേ വെച്ചിട്ട് നമുക്ക് സ്റ്റാക്ക് ഉണ്ടാക്കാം അല്ലേ? അറേ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പുഷ് ആൻഡ് പോപ്പ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അറേ ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മളൊരു സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, അറേ എന്ന് പറയുന്നതാണ് ബേസിക് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ. അറേ, ഈ അറേ വെച്ചിട്ടാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അറേ എന്നുള്ള സംഭവം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞത് പഠിച്ചു. ഇനി ലിങ്ക്ഡ് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക്. ഇനി നമ്മളതാണ് പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾ 2 ഓപ്പറേഷൻ്റെ അൽഗോരിതം മാത്രമാണ് പഠിക്കുന്നത്. ഈ അൽഗോരിതംസ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ചെയ്യുന്നത് എലമെൻറ്റ്സ് കണ്ടുവോ, ലിങ്ക് ചെയ്ത് പോവും. ഇതാണ് ബോട്ടം വരുന്നത്. നമ്മുടെ സ്റ്റാക്കിൻ്റെ ബോട്ടം വരുന്നത് ഇവിടെയും ടോപ്പ് വരുന്നത് ഇവിടെയാണ്. പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ടിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് പോവുകയാണ്. അതിനനുസരിച്ച് ടോപ്പ് അപ്ഡേറ്റ് ചെയ്തും പോകും. അതായത് ഇങ്ങനെയാണ് മൂവിങ്, ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാക്കിൻ്റെ. ഇവിടെയാണ് പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യുന്നത്, ഇവിടെ ഇങ്ങനെ ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ ടോപ്പ് ഇങ്ങനെ മാറ്റിയിട്ടും വരും അല്ലേ? ടോപ്പ് അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് നമുക്ക്. അപ്പോൾ നമ്മൾ 3 എലമെൻറ്റുള്ള ഒരു സ്റ്റാക്കാണ്. അതിലോട്ട് ഇതിൻ്റെ ടോപ്പാണ് ഇത്. ഇനി പുതിയൊരു എലമെൻറ്റ് ആഡ് ചെയ്യണം, കണ്ടോ, പുതിയൊരു നോഡ് ആഡ് ചെയ്തു. അതിനനുസരിച്ച് നമ്മൾ ടോപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് റിമൂവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇതിനെ റിമൂവ് ചെയ്യുന്നു. അതിനനുസരിച്ച് ടോപ്പ് എന്ത് ചെയ്യുന്നത്, അതിന് ടോപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അടുത്തതിലോട്ട് മാറ്റിയിട്ട് ടോപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി വീണ്ടും റിമൂവ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇതിനെ റിമൂവ് ചെയ്യുന്നു, ടോപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ആ ഒരു ഓപ്പറേഷൻ പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻ എങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. പുഷ് ലിങ്ക്ഡ് സ്റ്റാക്ക് എന്നുള്ളതാണ് നമ്മുടെ അൽഗോരിതത്തിൻ്റെ പേര്. അതിലോട്ട് ആദ്യം നമ്മൾ നമ്മുടെ ഓൾറെഡി ഉള്ള ലിങ്ക്ഡ് ലിസ്റ്റ് പാസ് ചെയ്യുന്നു. അതിൽ ഇൻഫോ, ലിങ്ക്, അതിൻ്റെ ടോപ്പ് ഇത്രയും ചേർന്നാലാണ് നമ്മുടെ ഓൾറെഡി ഉള്ള മെമ്മറിയിലുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആവുള്ളൂ. ഓക്കെ, അതിനെ ഇതിലോട്ട് പാസ് ചെയ്യുന്നു. അങ്ങനെ പാസ് ചെയ്യുന്നു. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള നോഡുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഹെഡ് പോയിൻ്ററാണ് അവൈൽ. അപ്പോൾ അതും പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇൻസേർട്ട് ചെയ്യേണ്ട, പുഷ് ചെയ്യേണ്ട ഐറ്റവും പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് ഓവർഫ്ലോ കണ്ടീഷനാണ്. അതായത് അവൈൽ നള്ളാണോ എന്ന് നോക്കുക. അവൈലബിൾ ആയിട്ടുള്ള നള്ളാണെന്നുണ്ടെങ്കിൽ അർത്ഥം ഓവർഫ്ലോ ആണ്. അപ്പോൾ നമുക്ക് അവൈൽ എന്നുള്ള ഇതിൽ നള്ളാണെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, എക്സിറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യണം? അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവൈലബിളിൽ നിന്ന് അവൈൽ എന്ന് പറയുന്ന ലിസ്റ്റ് ഉണ്ട്. അവൈൽ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്, നോഡുകളുടെ ലിസ്റ്റ് ഉണ്ട്. അവൈൽ എന്ന് പറയുന്ന പോയിന്റർ, അവൈൽ എന്ന് പറയുന്ന പോയിന്റർ ഇതാണ് 10, 20
ഇങ്ങനെ 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 പോവും അല്ലേ? 30 ഇങ്ങനെ പോവുത്. അപ്പോൾ ഈ അവയിലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഒരു ന്യൂ എടുക്കണം. ഒരു ന്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഈ 10 ന്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റർ ഉണ്ട്. പോയിന്റർ വേരിയബിൾ ആണ്. അപ്പോൾ ഈ ന്യൂലോട്ട് നമ്മൾ ഈ ഒരു നോഡിനെ എടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ അവയിൽ എന്ന് പറയുന്ന ഈ പോയിന്ററുള്ള വാല്യൂ നമ്മൾ ഇതിലോട്ട് സ്റ്റോർ ചെയ്യുക. അഡ്രസ്സ് ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ ഈ ന്യൂ എന്ന് പറയുന്ന പോയിന്ററിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത് ന്യൂ ഈസ് ഈക്വൽ ടു അവയിൽ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ന്യൂ എന്ന് പറയുന്ന ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും? 10 എന്നുള്ളത് ഇതിലോട്ട് കോപ്പി ആവും. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സ് കിട്ടി അല്ലേ? പോയിന്റർ കിട്ടി ഈ നോഡിൻ്റെ. ഇനി എന്ത് ചെയ്താൽ മതി? അവയിൽ എന്ന് പറയുന്ന പോയിന്ററിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിലോട്ട് പോയിന്റ് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നോഡ് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലായി അല്ലേ? അപ്പോൾ അവയിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അവയിൽ ഈസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് അവയിൽ. ഓൾറെഡി ഇപ്പോൾ അവയിൽ ഇപ്പോൾ ഇതാ കിടക്കുന്നത്. ഈ അവയിലിൻ്റെ തന്നെ ലിങ്ക്, അതായത് 20 എന്നുള്ളത് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യാനാണ് അവയിൽ ഈസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് അവയിൽ. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഇത്. അങ്ങനെ അത് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു നോഡായി ന്യൂ എന്ന് പറയുന്ന ഒരു അതിൽ അഡ്രസ്സ് 10 ഉണ്ട്. അത് പോയിന്റ് ചെയ്യുന്ന നോഡിലോട്ടുള്ള ഇതാണ്. അപ്പം ഇങ്ങനെ ഒന്ന് കിടപ്പുണ്ട് നമ്മുടെ കയ്യിൽ ന്യൂ. ഇനി നമ്മൾ അത് എന്ത് ചെയ്യണം? നമ്മുടെ ഓൾറെഡി ഉള്ള സ്റ്റാക്ക്, ഒരു സ്റ്റാക്ക് ഇവിടെ ഉണ്ട്. ആ സ്റ്റാക്കാണ് സപ്പോസ് 3 എലമെന്റ് ഉള്ള ഒരു സ്റ്റാക്കാണ്. ടോപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. ടോപ്പ് സപ്പോസ് 100 ആണ് ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് 100 ആണ്. ഇങ്ങനെ ഓൾറെഡി ഒരു സ്റ്റാക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇതിലോട്ടാണ് നമുക്ക് ഇനി ഈ ന്യൂ നോഡിനെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇൻഫോ ഓഫ് ന്യൂ ഇസ് ഈക്വൽ ടു ഐറ്റം. നമ്മുടെ ഐറ്റത്തിനെ സപ്പോസ് www ഐറ്റം എന്ന് പറയുന്നത് ഇതായിരുന്നു. ഈ ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ന്യൂ നോഡിൻ്റെ ഇൻഫോ പാർട്ടിലോട്ട് സ്റ്റോർ ചെയ്യണം. ഇതാണ് ഇൻഫോ പാർട്ട്. അപ്പോൾ ഇൻഫോ പാർട്ടിൽ www എന്ന് വന്നു അല്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് കൂടി നമ്മൾ അതാണ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ പോവാണോ? ചിലപ്പോ നാളെ വരണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായിരുന്നു? നമ്മൾ ഈ ww ഐറ്റം ഈസ് ഈക്വൽ ടു ഐറ്റം എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ഇൻഫോ പാർട്ടിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കിനി ഇതിൻ്റെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്യണം അല്ലേ? അതായത് ഇതിലോട്ട് ആഡ് ചെയ്യണം. ഈ നോഡിനെ നമുക്ക് നമ്മുടെ സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ലിങ്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ടോപ്പ് എലമെൻറ്റിലോട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിലോട്ട്, അതായത് ഈ 10 എന്നുള്ള 100 എന്ന് കിടക്കുന്ന ഈ ടോപ്പ് എലമെൻറ്റിലെ അഡ്രസ്സ് ഇതിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ കൊടുക്കുന്നത്? ലിങ്ക് ഓഫ് ന്യൂസ് ഈക്വൽ ടു ടോപ്പ്. അല്ലേ? ഈ അഡ്രസ്സ് ഇതിലോട്ട് കോപ്പി ആയി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ ടോപ്പ് 10 എന്ന് ആക്കി മാറ്റണം. ഇനി ടോപ്പ് 10 ആണല്ലോ. ടോപ്പിൻ്റെ അഡ്രസ്സ് 10 ആണ്. സോ സെറ്റ് ടോപ്പ് ഈസ് ഈക്വൽ ടു ന്യൂ. അതായത് ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇങ്ങനെ വന്നു അല്ലേ? ഇവിടെ ടോപ്പ് മാറിയിട്ട് എന്തായി? ഇതിൽ 10 എന്നായി. പുതിയ നമ്മുടെ നോഡ് ആഡായി. www ഇതിൽ 100 ആയി ഇതിൻ്റെ അഡ്രസ്സ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. ഇങ്ങനെയാണ് നമ്മൾക്കിപ്പോൾ ഒരു സ്റ്റാക്കിലേക്ക് ലിങ്കഡ് ലിസ്റ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാക്കിലേക്ക് നമ്മളൊരു ഐറ്റത്തിനെ പുഷ് ചെയ്യുന്നത്. ഇനി പോപ്പ് ചെയ്യുന്നത് അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്.
അതിലോട്ട് നമ്മൾ എന്താ സംഭവിക്കുന്നത്, ഇതിലും സംഭവിച്ചാൽ ഐറ്റത്തിനെ നമ്മൾ എടുത്തിട്ട് അതിനെ അവയിലോട്ട് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഡിലീറ്റ് ചെയ്യാണല്ലോ, കോപ്പി ചെയ്യണം. അപ്പോൾ ആ ഒരു നോഡിനെ നമ്മൾ അവൈലബിൾ ലിസ്റ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോപ്പ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ടോപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആ നോഡിനെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഉള്ള സ്റ്റാക്കിനെ പാസ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റാക്കിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അവൈലബിൾ ലിസ്റ്റ്, പിന്നെ ഐറ്റം. ജസ്റ്റ് ഈ ഐറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ആണോ റിമൂവ് ചെയ്തത് അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വാരിയബിൾ നമ്മൾ പാസ് ചെയ്യുന്നു. ഏതാണ് റിമൂവ് ചെയ്തത് അതിനെ സ്റ്റോർ ചെയ്യാനാണ്. സോ നമ്മൾ ആദ്യം നമ്മൾ നോക്കുകയാണ്, പോപ്പ് ചെയ്യുമ്പോൾ അണ്ടർഫ്ലോ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ടോപ്പ് നള്ളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അണ്ടർഫ്ലോ എക്സിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി റിമൂവ് ചെയ്യാനൊന്നും സ്റ്റാക്കിൽ ഇനി റിമൂവ് ചെയ്യാൻ, നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് സ്റ്റാക്കിൽ റിമൂവ് ചെയ്യാൻ ഇനി എലമെൻ്റ് ഒന്നുമില്ല, ഐറ്റം ഒന്നുമില്ല. സോ അണ്ടർഫ്ലോ ആണ്. അപ്പം നമുക്കിനി പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇനി അങ്ങനെയല്ല നമ്മുടെ ഐറ്റം, അങ്ങനെയല്ല നമ്മുടെ അതിൽ ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നോക്കുക, നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ്, ഇത് നമ്മുടെ ടോപ്പ് 10, ടോപ്പ് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ ഐറ്റത്തിലോട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ഇതാണ്. സപ്പോസ് എക്സ് ഇതാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ ടോപ്പിലുള്ള എലമെൻറ്റിനെ ഐറ്റം എന്ന് പറയുന്ന നമ്മുടെ വാരിയബിളിലോട്ട് എക്സ് എന്നുള്ളത് സ്റ്റോർ ചെയ്യണം. അങ്ങനെ സ്റ്റോർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ടെംപ് ഈസ് ഈക്വൽ ടു ടോപ്പ് ഈസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് ടോപ്പ്. ജസ്റ്റ് ഒരു ഇതിനെ നമ്മൾ എടുത്ത് വെക്കുകയാണ്. ഈ ഒരു നോഡിനെ നമുക്ക് അവൈലബിൾ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് ടെംപ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട്, ഒരു വാരിയബിളിലോട്ട് ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അതായത് ടെംപ് ഈസ് ഈക്വൽ ടു 10 എന്നുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അത് ടെംപ്, ഇതിൻ്റെ അഡ്രസ്സ്, ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സ് ഇതിലോട്ട് സ്റ്റോർ ചെയ്യുക. അതായത് അവൈലബിൾ ലിസ്റ്റിലോട്ട് ഇതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ്. ഈ നോഡിനെ അങ്ങ് എടുത്ത് വെക്കുകയാണ് ടെംപിലോട്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ടാണ് ടെംപ് ഈസ് ഈക്വൽ ടു ടോപ്പ് കൊടുത്തു. നമ്മൾ ആ ടോപ്പ് എലമെൻറ്റിനെ ടെംപിലോട്ട്, ടോപ്പ് എലമെൻ്റ് അഡ്രസ്സ് ജസ്റ്റ് ടെംപിലോട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ടോപ്പ് അപ്ഡേറ്റ് ചെയ്യാണ്. ടോപ്പ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടോപ്പിൻ്റെ ലിങ്കിൽ, അതായത് 20 എന്നുള്ളത് ഈ ഒരു എലമെൻറ്റിൻ്റെ അഡ്രസ്സ്, ഈ ഒരു എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഏതിലുണ്ടാവുക, ഈ ലിങ്ക് ഓഫ് ടോപ്പിലാണ്. ഓൾറെഡി നമ്മൾ ടോപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ടോപ്പ് ഇതിൽ ഈ ഒരു നോഡിലോട്ട് തന്നെ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത്. സോ ഈ ലിങ്ക് ഓഫ് ടോപ്പിൽ കിടക്കുന്ന 20നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ടോപ്പിലോട്ട് മാറ്റുവാണ്. അതായത് ടോപ്പ് ഈസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് ടോപ്പ് 20 എന്നുള്ളത് ഇപ്പോൾ ഇതിൽ വന്നു. ഓക്കെ, 20 എന്നുള്ളത് ഇതിലായി. ഇനി അപ്പം എന്താണ്, ഇപ്പം എന്തായി, നമ്മുടെ ടോപ്പ് നേരെ ഇതിലോട്ടാണ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് ഒന്ന് പോപ്പായിരുന്നു. ഈ പോപ്പ് ചെയ്ത ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സ് ഏതിലുണ്ട്, ടെംപിലുണ്ട്. ഇനി നമുക്കതിന് എന്ത് ചെയ്യണം, അവൈലബിൾ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ അതിന് എന്താ ചെയ്യുന്നത്, ലിങ്ക് ഓഫ് ടെംപ് ഈസ് ഈക്വൽ ടു അവൈൽ. അതായത് അവൈൽ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റർ ഇവിടെ ഉണ്ട്. അതിൽ 100 ആണ്. ഇങ്ങനെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ടാണ് ഇനി ടെംപിനെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആദ്യം ഈ ടെംപിൻ്റെ പോയിന്റർ അങ്ങോട്ട് കൊടുക്കണം അല്ലേ. ഈ ടെംപ് എന്ന് പറയുന്ന നോഡ് ഇവിടെ ഇപ്പോൾ കിടപ്പുണ്ട്. ടെംപ് എന്ന് പറയുന്ന
ഒരു ഒരു നോഡ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അതിൻ്റെ അഡ്രസ്സ് അതിൽ എന്തുകൊണ്ടായിരുന്നു 10. അപ്പം ഇനി ആദ്യം ചെയ്യേണ്ടത് ഇതിലെ പോയിന്റർ ഇങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അതായത് ലിങ്ക് ഓഫ് ടെംപ് ഈസ് ഈക്വൽ ടു അവെയിൽ, അതായത് ഈ 100 എന്നുള്ളത് ഇതിലോട്ട് കോപ്പി ചെയ്യുക. 100 ഇതിൻ്റെ അഡ്രസ്സ് ഇങ്ങോട്ട് കയറ്റി. ഇനി അവെയിലൊന്ന് അവെയിൽ ചേഞ്ച് ചെയ്യുക. അവെയിലോട്ട് എന്ത് ആക്കണം, ടെമ്പെന്ന് ഈ ഒരു അഡ്രസ്സ് നമ്മൾ മാറ്റുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു അവെയിൽ ഈസ് ഈക്വൽ ടു ടെമ്പ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ അവെയിൽ എന്നുള്ളതിലേക്ക് എന്തായി മാറും, നമ്മുടെ ഇതിൻ്റെ അഡ്രസ്സായ 10 എന്നായി മാറും. അപ്പോൾ അവെയിൽ എന്നുള്ളത് ഇതിലോട്ടായി ഇവിടെയായി പോകേണ്ടിയിരുന്നു അല്ലേ. അത് ഇത്രയാണ്. ഇപ്പോൾ അത് നമ്മൾ അവൈലബിൾ, ഇപ്പോൾ നമ്മുടെ ഡിലീഷൻ പോപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റാക്കിനെ ലിങ്കഡ് ലിസ്റ്റ് വെച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ സ്റ്റാക്കിൻ്റെ 2 റെപ്രസെൻറ്റേഷനും കഴിഞ്ഞു, നമ്മുടെ അറേ റെപ്രസെൻറ്റേഷനും ലിങ്കഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ആപ്ലിക്കേഷനായിട്ട് വരുന്നതാണ് ഈ പോസ്റ്റ് ഫിക്സ് ആൻഡ് ഇൻഫിക്സും പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷനൊക്കെ. അത് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ ഒരു സ്റ്റാക്കിൻ്റെ തന്നെ വേറൊരു ആപ്ലിക്കേഷനായിട്ട് വരുന്നുണ്ട്, ക്വിക്ക് സോർട്ട്. ഇതും നമുക്ക് സ്റ്റാക്കിൽ വരുന്നതാണ്, ഇതും എടുക്കാനുണ്ട്. അങ്ങനെ 2 പോർഷനും കൂടെ നിങ്ങൾക്ക് സ്റ്റാക്കിൽ വരുന്നുണ്ട്. അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാക്ക് എന്ന് പറയുന്ന ആ പോർഷൻ കഴിയും. അപ്പോൾ ഇത്രയും നോക്കുക നിങ്ങൾ. ഇപ്പോൾ സ്റ്റാക്കിൻ്റെ ക്രിയേഷനാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് 2 വിധത്തിൽ ക്രിയേറ്റ് ചെയ്യാം. അറേ വെച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം, ലിങ്കഡ് ലിസ്റ്റ് വെച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻസും നമ്മൾക്ക് ഇപ്പോൾ പഠിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്വിക്ക് സോർട്ടും പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷനും ഉണ്ട്. പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷൻ ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.